Sky Gold, elegance of beauty. പെരിന്തൽമണ്ണ സർവീസ് സഹകരണ ബാങ്കിൽ ഒരുപക്ഷെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ മികച്ച രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു ബാങ്കാണ് പെരിന്തൽമണ്ണ സർവീസ് സഹകരണ ബാങ്ക്. ഇടപാടുകാർക്കായാലും എല്ലാവർക്കും ആശ്വാസം പകരുന്ന ഒരു ബാങ്ക്. ആ ബാങ്കിൽ ഒരുപക്ഷെ ദീർഘകാല സേവനത്തിന് ശേഷമാണ് ഈ രണ്ടുപേർ വിരമിക്കുന്നത്. 37 വർഷം സെക്രട്ടറി ആയിരുന്ന നാസർ കാരാടൻ, ബ്രാഞ്ച് മാനേജറായ KPCC ജനറൽ സെക്രട്ടറി കൂടിയായ പി ബാബുരാജ്, ഇവരൊക്കെ ഇവിടുന്ന് വിട പറയുക എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ ഇവിടെ എത്തുന്ന ഇടപാടുകാർക്ക്, ഇവിടുത്തെ മറ്റ് ജീവനക്കാർക്കൊക്കെ എന്താ പറയുക, ഒരു ഒപ്പമുണ്ടായിരുന്ന ഒരാൾ പെട്ടെന്ന് ഞങ്ങളെ വിട്ടു പോകുന്നു, ദൂരേക്ക് പോകുന്നു, ഒരുപാട് ദൂരേക്ക് അകന്നു പോകുന്നു എന്ന് തോന്നലാണ്. ഇവിടെ പല ജീവനക്കാരും അങ്ങനെയാണ് ഞങ്ങൾ പറഞ്ഞത്. അപ്പോൾ വൺ ന്യൂസ് നിങ്ങളോട് ചോദിക്കുന്നത്, ആദ്യം നാസർ കാരാടൻ, 37 വർഷം കഴിഞ്ഞ് ബാങ്കിന്റെ പടിയിറങ്ങുമ്പോൾ ഇത്രയും കാലം ജനങ്ങളെ സേവിക്കുകയായിരുന്നു, ഇനിയും ജനങ്ങളെ സേവിക്കാൻ തന്നെ ആയിരിക്കുമല്ലോ തീരുമാനിച്ചിട്ടുണ്ടാവും. അതെ, ഞാൻ ബാങ്കിൽ 1989 ജോയിൻ ചെയ്യുമ്പോൾ നമ്മുടെ ബാങ്ക് അന്ന് ഉണ്ടായിരുന്നതിനേക്കാൾ കൂടുതൽ മികച്ച ഗ്രേഡിലാക്കി കേരളത്തിലെ തന്നെ നമ്പർ 1 ബാങ്കായി, സർവീസ് സഹകരണ ബാങ്കായി ക്ലാസ് 1 സൂപ്പർ ഗ്രേഡ് നിലയിലാണ് നമ്മുടെ ബാങ്ക് ഇപ്പോഴുള്ളത്. ഏകദേശം 425 കോടി രൂപ നിക്ഷേപവും 480 കോടി രൂപയോളം വായ്പയും മറ്റ് ബാങ്കുകളിലായി 250 കോടി രൂപ ഇൻവെസ്റ്റ്മെൻറ്റുമുള്ള വളരെയധികം അടിത്തറയുള്ള ഒരു സ്ഥാപനമാക്കി ഇതിനെ ഉയർത്തിക്കൊണ്ടുവരാൻ എന്നോടൊപ്പം ഭരണസമിതി അംഗങ്ങൾ, അതുപോലെ തന്നെ എൻ്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകരൊക്കെ സഹകരിച്ചത് കൊണ്ടാണ് ഈ ഒരു നല്ല ഉന്നതിയിലെത്തിയ ഈ ബാങ്കിൽ നിന്ന് എനിക്കും അതുപോലെ തന്നെ ബാബുവിനും ഇതിൽ നിന്ന് പിരിഞ്ഞു പോകുന്നതിൽ വളരെ സന്തോഷമുണ്ട്, നല്ലൊരു ചാരിതാർത്ഥ്യമുണ്ട്. നല്ല ഒരു നിലയിൽ ബാങ്കിന് എത്തിയതിനു ശേഷമാണ് ഞങ്ങൾ ഇരുവരും ഇറങ്ങിപ്പോകുന്നത്. ഞങ്ങൾ ഇരുവരും സ്കൂൾ പഠനകാലം മുതൽ തന്നെ ഞങ്ങൾ സുഹൃത്തുക്കളാണ്. ഇപ്പോൾ ഇത്ര വർഷം കഴിഞ്ഞിട്ടും ഞങ്ങൾ ഒരുമിച്ച് തന്നെ ഈ ഒരു ബാങ്കിൽ നിന്ന് പടിയിറങ്ങുക എന്നത് ഒരു നിയോഗം തന്നെയാണ്. നമ്മുടെ ബാങ്ക് കൊണ്ടുവന്നിട്ടുള്ള പല ജീവകാരുണ്യ പ്രവർത്തനങ്ങളും എല്ലാ ബാങ്കിലെ ഈ മുനിസിപ്പാലിറ്റിയിലെ A ക്ലാസ് മെമ്പർമാരും അനുഭവിച്ച് അറിഞ്ഞതാണ്. നമ്മൾ എല്ലാ വേദികളിലും നമ്മൾ പറയാറുണ്ട്, ബാങ്ക് ഓരോ വർഷവും A ക്ലാസ് മെമ്പർമാരായ നിർധനരായ ആളുകൾക്ക് 3 വീടുകൾ വെച്ച് നിർമ്മിച്ചു നൽകും. 33 വീടുകൾ ഇതിനോടകം തന്നെ മുനിസിപ്പാലിറ്റിയിൽ നമ്മൾ നിർമ്മിച്ചു നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ പാവപ്പെട്ട നിർധനരായ ക്യാൻസർ രോഗികൾ, അതുപോലെ തന്നെ വൃക്ക രോഗികൾ, മറ്റ് മാരക രോഗം പിടിപെട്ട് ആശുപത്രിയിലായ ആളുകൾക്ക് ആ സ്പോട്ടിൽ നമ്മൾ 25,000 രൂപ ധനസഹായം നൽകും. അതുപോലെ തന്നെ കിഡ്നി രോഗം മൂലം ഡയാലിസിസ് ചെയ്യുന്ന ആളുകൾക്ക് മാസം തോറും 2,000 രൂപ പെൻഷൻ അനുവദിച്ചു വരുന്നുണ്ട്. അതുപോലെ തന്നെ മുനിസിപ്പാലിറ്റിയിലെ A ക്ലാസ് മെമ്പർമാർക്ക്, 70 വയസ്സ് കഴിഞ്ഞ മെമ്പർമാർക്ക് മാസം തോറും 500 രൂപ നമ്മൾ പെൻഷൻ നൽകുന്നു. 600-ലധികം ആളുകളാണ് അതിൻ്റെ ഗുണഭോക്താക്കളായിട്ട് ഈ മുനിസിപ്പാലിറ്റിയിൽ ഉള്ളത്. അതുപോലെ തന്നെ ഓരോ വർഷവും അറിയാവുന്നത് പോലെ നമ്മുടെ ഈ സ്കൂൾ തുറക്കുന്ന സമയത്ത് അതിൻ്റെ മുമ്പായി തന്നെ ഈ മുനിസിപ്പാലിറ്റിയിലെ നിർധനരായ വിദ്യാർത്ഥികൾക്ക് ഏകദേശം 2000-ലധികം വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങൾ, പുസ്തകം, കൊട, ബാഗ് തുടങ്ങിയ പഠനോപകരണങ്ങൾ നമ്മൾ ബാങ്ക് വിതരണം ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ മുനിസിപ്പാലിറ്റിയിലെ അംഗൻവാടികൾ, ഹെൽത്ത് സെൻ്ററുകൾ, ജില്ലാ ആശുപത്രി പോലുള്ള വലിയ സ്ഥാപനങ്ങൾ, അവിടേക്കൊക്കെ വേണ്ട സഹായ സഹകരണങ്ങൾ ബാങ്ക് അവർ ആവശ്യപ്പെടുന്ന മുറക്ക് തന്നെ നൽകുന്നുണ്ട്. ഇപ്പോൾ സേവനത്തിൽ നിന്ന് നിങ്ങൾ വിരമിക്കുകയാണ്. ഇപ്പോൾ ഇത്രയും കാലം ബാങ്കുമായി ബന്ധപ്പെട്ട് ജനങ്ങളെ സേവിച്ചു. ഇനി വിരമിക്കലിന് ശേഷം, ഇപ്പോഴും ചെറുപ്പക്കാരനാണ്, ഈ വിരമിക്കൽ എന്നൊക്കെ പറഞ്ഞ് പ്രായമാകുമ്പോഴാണ്, ഇനി എന്താണ് അടുത്ത സേവനം ജനങ്ങൾക്ക് വേണ്ടി എന്താണ് ഉദ്ദേശിക്കുന്നത്? ജനങ്ങൾക്ക് സേവനം ചെയ്യാൻ തന്നെയാണ് ആഗ്രഹം. പക്ഷെ എന്താണെന്ന് അങ്ങനെ ഒരു തീരുമാനമൊന്നും എടുത്തിട്ടില്ല. പിന്നെ ബാബുവിനൊക്കെ KPCC ജനറൽ സെക്രട്ടറി എന്നുള്ള നിലക്ക് തിരക്കില്ല ആൾ തന്നെയാണ്. എനിക്ക് അങ്ങനെ തിരക്കൊന്നുമില്ല. ഇപ്പോഴും ബാങ്കിന്റെ ഒരു കാര്യങ്ങളിൽ തന്നെ അങ്ങനെ വന്നിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അതെ അതെ, അങ്ങനെ തന്നെ പോവുകയാണ്. പിന്നെ നമ്മളെ ബാങ്കിനെ കുറിച്ച് പിന്നെ ഒന്ന് പറയാനുള്ളത്, നമ്മളെ ബാങ്കിൽ ഈ വായ്പ എടുത്തിട്ട് കൃത്യമായിട്ട് അടക്കുന്ന ആളുകൾക്ക് നമ്മൾ പലിശയിൽ 10% റിബേറ്റ് നൽകുന്ന കേരളത്തിലെ ആദ്യത്തെ ഒരു ബാങ്കാവും നമ്മുടേത്. എല്ലാ 365 ദിവസവും നമ്മൾ ഈ റിബേറ്റ് നൽകും.
അതേപോലെ തന്നെ അവരുടെ ഷെയർ ഹോൾഡേഴ്സിന് അവരുടെ ഓഹരിക്ക് 25% ഡിവിഡൻഡും നമ്മുടെ ബാങ്ക് നൽകുന്നുണ്ട്. അതുപോലെ തന്നെ കൃത്യമായി വായ്പ അടക്കുന്ന ആൾ പെട്ടെന്ന് മരണപ്പെടുകയൊക്കെ ചെയ്താൽ 3 ലക്ഷം രൂപ നമ്മൾ റിസ്ക് ഫണ്ട് അലവൻസ് ആയിട്ടും നൽകും. അങ്ങനെ ഒട്ടേറെ പ്രത്യേകതകൾ മറ്റ് സഹകരണ ബാങ്കിൽ നിന്ന് വിഭിന്നമായിട്ടുള്ള ഒരു സഹകരണ ബാങ്കാണ് പെരിന്തൽമണ്ണ സർവീസ് സഹകരണ ബാങ്ക്. അപ്പോൾ അതിന് ഞങ്ങളോടൊക്കെ, എന്നോടും അവരോടൊക്കെ, ഞങ്ങളോടൊക്കെ ഇത്രയും കാലം സഹകരിച്ച പ്രത്യേകിച്ച് മാന്യ ഇടപാടുകാർക്ക്, പിന്നെ ഭരണസമിതി പച്ചേരി ഫാറൂഖ് സാഹിബ് പ്രസിഡന്റും അതുപോലെ തന്നെ ചന്ദ്രേട്ടൻ വൈസ് പ്രസിഡന്റും ഉള്ള നല്ല കരുത്തുറ്റ ഒരു ഭരണസമിതിയാണ്. അവരുടെയൊക്കെ പിന്തുണ കൊണ്ട് തന്നെയാണ് നമ്മുടെ, അതേപോലെ തന്നെ എൻ്റെ പ്രിയപ്പെട്ട ഞങ്ങളുടെയൊക്കെ സഹപ്രവർത്തകര്, അവരുടെയൊക്കെ പിന്തുണ കൊണ്ട് മാത്രമാണ്, അല്ലാതെ ഞങ്ങൾ വ്യക്തികൾ എന്നുള്ള നിലക്കല്ല, ഒരു കൂട്ടായിട്ടുള്ള ഒരു പ്രയത്നം കൊണ്ടാണ് ബാങ്കിനെ ഈ വളർച്ചയിൽ നിന്ന് ഇങ്ങനെ എത്തിക്കാൻ വേണ്ടി ഞങ്ങൾക്ക് സഹായിച്ചത്. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഞങ്ങൾ പിരിയുകയാണെന്ന് അറിയിക്കും. KPCC ഇപ്പോൾ ഒരു സെക്രട്ടറി പറഞ്ഞ അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ അനുഭവങ്ങൾ ബാങ്കുമായി ബന്ധപ്പെട്ടാണ്. രാവിലെ ഇവിടെ വരുന്നു, ഇടപാടിന്റെ തിരക്ക്, ചിലപ്പോൾ 8-7 മണിക്കൊക്കെ ഇവിടെ വിളിച്ചാല് നാസർ ഖാനെ വിളിച്ച ഞാൻ ബാങ്കിൽ തിരക്കിലാണെന്ന് പറയുന്നത്. KPCC ജനറൽ സെക്രട്ടറി എന്ന നിലക്ക് താങ്കൾക്ക് വലിയ ഉത്തരവാദിത്തമാണ് പാർട്ടി തരുന്നത്. ഇപ്പോൾ പ്രത്യേകിച്ച് UDF അധികാരത്തിലെത്തിയിരിക്കുന്നു, ഇപ്പൊ ബാങ്കിൽ നിന്ന് വിരമിക്കുന്നു, ഇനി തിരുവനന്തപുരത്ത് വലിയ ചുമതലകൾ താങ്കളെ കാത്തിരിക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം പാർട്ടിക്ക് വേണ്ടി ഒരുപാട് വർഷം പാർട്ടി, ഒരുപക്ഷെ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഈ മണ്ഡലത്തിലെ നജീബ് കാന്തപുരം എന്ന അദ്ദേഹം വലിയ ഭൂരിപക്ഷത്തിൽ വിജയിക്കുമ്പോൾ എല്ലാവരും, പല ആളുകളും എന്നോട് തന്നെ പറഞ്ഞിട്ടുണ്ട്, ലീഗിലെ പ്രശ്നങ്ങൾ MLA ആയിട്ട് പരിഹരിച്ചു, എല്ലാവരും ഒരുമിപ്പിച്ച് കൂട്ടി നിർത്താൻ അദ്ദേഹത്തിന് സാധിച്ചു. കോൺഗ്രസിലെ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു, പരിഹരിച്ച് അവരെ ഒരുമിപ്പിച്ച് ജയിച്ചേ പറ്റൂ, ജയിച്ച് കയറണം. അതിന് ഓരോ ബൂത്ത് തലത്തിൽ ഓരോരുത്തർക്കും ചുമതല കൊടുത്തി ഇത്രയും വലിയ ഭൂരിപക്ഷത്തിലേക്ക് UDF എത്തിച്ചതിൽ താങ്കൾക്കുള്ള പങ്ക് ഒരിക്കലും ആർക്കും വിസ്മരിക്കാൻ പറ്റില്ല. അപ്പോൾ വലിയ ഉത്തരവാദിത്തങ്ങൾ താങ്കളെ ഏൽപ്പിക്കാൻ പാർട്ടി തീരുമാനിച്ചതെന്ന് മനസ്സിലാക്കണം. ഈ വിരമിക്കലിന് ശേഷം അങ്ങനെയൊക്കെ ഉണ്ടോ? എന്താണ് അടുത്ത ജീവിതത്തിലേക്ക്? നേരത്തെ അദ്ദേഹം യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ആയിരുന്നു. പടിപടിയായി രാഷ്ട്രീയ ജീവിതത്തിൽ KPCC ജനറൽ സെക്രട്ടറി വരെ എത്തിയത് അദ്ദേഹത്തിന്റെ പ്രവർത്തന മികവ് കൂടിയാണ്. അപ്പോൾ ഇനി എന്താണ് ജീവിതത്തിലെ അടുത്ത ഘട്ടം? പൊതുപ്രവർത്തനത്തോടൊപ്പം ഒരു ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല ഒരു ജോലിയായിട്ടാണ് ഞാൻ ഈ സഹകരണ ബാങ്കിലെ ഒരു ജീവനക്കാരൻ എന്ന നിലയിൽ ഞാനിതിനെ കാണുന്നത്. നമുക്ക് ജനങ്ങളെ സേവിക്കുന്ന രാഷ്ട്രീയ പ്രവർത്തനത്തോടൊപ്പം നമുക്ക് ആളുകളെ കൂടുതൽ കാര്യങ്ങൾ അവർക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു സഹകരണ സ്ഥാപനത്തിൽ ഒരു ജോലി നേടുക എന്നത് എൻ്റെ മനസ്സിലെ ഒരു ആഗ്രഹമായിരുന്നു. അത് ഏതായാലും ഈ 28 വർഷത്തിന് ശേഷം ഇന്നലെ ഞങ്ങൾ അതിൻ്റെ ഔദ്യോഗികമായി വിരമിച്ചു, ചുമതലകളിൽ നിന്ന് വിരമിച്ച് ഇനി വീണ്ടും പൊതുപ്രവർത്തനം സജീവമാകാൻ തന്നെയാണ്, ഇതുവരെയും സജീവമാണ്, വീണ്ടും സജീവമാകാൻ തന്നെയാണ് തീരുമാനം. ഇതുവരെ ഉണ്ടായ നമുക്കറിയാം, നേരത്തെ സെക്രട്ടറി ആയിരുന്ന നാസർ ഇവിടെ സൂചിപ്പിച്ചതുപോലെ കേരളത്തിലെ ഏറ്റവും വലിയ സർവീസ് സഹകരണ ബാങ്കിൽ ഒന്നായ പെരിന്തൽമണ്ണ സർവീസ് സഹകരണ ബാങ്ക് ഒരു മുനിസിപ്പാലിറ്റിക്കോ അല്ലെങ്കിൽ ഒരു ഗവൺമെന്റോ ചെയ്യുന്ന കാര്യങ്ങൾ അതുപോലെ ചെയ്യാൻ കഴിയുന്ന ഒരു ഭരണസമിതി പോലും ഉണ്ടായ ഒരു ബാങ്കാണ് പെരിന്തൽമണ്ണ സർവീസ് സഹകരണ ബാങ്ക്. ജനങ്ങൾക്ക് വേണ്ടി എന്തൊക്കെ ചെയ്യാൻ കഴിയും എന്നത് പെരിന്തൽമണ്ണ സർവീസ് സഹകരണ ബാങ്കിന്റെ കഴിഞ്ഞ കാലങ്ങളിലെ പ്രവർത്തനങ്ങൾ എടുത്ത് പരിശോധിച്ചാൽ അത് കൃത്യമായി നമുക്കറിയാം. ഒരുപാട് ഫണ്ടുണ്ട്, നിക്ഷേപമുണ്ട്, നമുക്ക് ഡെപ്പോസിറ്റും അതുപോലെ ലോൺ കൊടുക്കുന്ന സംവിധാനം ഒക്കെ ഉണ്ടെങ്കിൽ പോലും അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി സാധാരണക്കാർക്ക് വേണ്ടി സഹകരണ ബാങ്കിന് അല്ലെങ്കിൽ സഹകരണ മേഖലയ്ക്ക് എന്ത് ചെയ്യാൻ കഴിയുമെന്ന് കേരളത്തിലെ മറ്റുള്ള ബാങ്കുകളും സഹകാരികളും ഒക്കെ പെരിന്തൽമണ്ണ സർവീസ് സഹകരണ ബാങ്കിൽ വന്ന് പഠിച്ചിരുന്ന ഒരു കാലം കഴിഞ്ഞ കാലങ്ങളിൽ ഉണ്ടായിരുന്നു. അതൊക്കെ നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഈ ബാങ്കിൽ നിന്നും പടിയിറങ്ങുന്നത്. ഒട്ടും പുറകോട്ടല്ല. കഴിഞ്ഞ 60-ാം പിറന്നാൾ, ഒരു വർഷം നീണ്ടു നിൽക്കുന്ന 60-ാം പിറന്നാളാണ് ഇവിടെ നമ്മുടെ ബഹുമാനപ്പെട്ട ഇന്നത്തെ മുഖ്യമന്ത്രി പ്രതിപക്ഷ നേതാവായിരുന്ന ശ്രീ VD സതീശൻ ഉദ്ഘാടനം ചെയ്ത് കഴിഞ്ഞ ഒരു വർഷം കൊണ്ട് ഞങ്ങൾ അതിൻ്റെ 60-ാം പിറന്നാൾ വലിയ ആഘോഷമാക്കി ഞങ്ങൾ നടത്തി. അതോടൊപ്പം തന്നെ ജനങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ അതിൻ്റെ ഭാഗമായി ഞങ്ങൾക്ക് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് സഹകരണ മേഖലയിൽ, നമുക്കറിയുന്ന കേരളത്തിലെ സഹകരണ മേഖല ഏറ്റവും പ്രതിസന്ധി നേരിടുന്ന സമയത്താണ്. പല ബാങ്കുകളും സാമ്പത്തികമായും മറ്റു രീതിയിലും താഴോട്ട് പോയപ്പോൾ പെരിന്തൽമണ്ണ സർവീസ് സഹകരണ ബാങ്കിന്റെ ഗ്രാഫ് ഉയർന്നു തന്നെ നിൽക്കുന്നത്
നിൽക്കുന്നു എന്നത് ഞങ്ങൾക്ക് ഏറെ ചാരിതാർത്ഥ്യമുള്ള ഒരു കാര്യമായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഞങ്ങളുടെ നിക്ഷേപത്തിൽ, ഞങ്ങളുടെ ഡെപ്പോസിറ്റിന്റെ കാര്യത്തിൽ, ലോണിന്റെ കാര്യത്തിലൊക്കെ വലിയ ഉയർച്ചയാണ് കഴിഞ്ഞ കാലങ്ങളിൽ. കൊറോണ കാലത്താണെങ്കിലും അതിനുശേഷം നോട്ട് നിരോധനം ഉണ്ടായപ്പോഴും ഇപ്പോൾ ഉണ്ടായ കരുവന്നൂർ ബാങ്കിലുണ്ടായ ആ ഒരു പ്രശ്നങ്ങൾക്ക് ശേഷം സഹകരണ മേഖല നേരിട്ട വെല്ലുവിളി ഉണ്ടായ സമയത്ത് പോലും പെരിന്തൽമണ്ണ സർവീസ് സഹകരണ ബാങ്ക് തല ഉയർത്തി തന്നെ നിൽക്കാൻ സാധിച്ചു എന്നതാണ് അഭിമാനത്തോടു കൂടി ഞങ്ങൾക്ക് പറയാൻ സാധിക്കും. ഈ ഈ അഭിമാനത്തോടു കൂടി എല്ലാവരുടെയും എന്താ പറയാ പ്രശംസ ഏറ്റുവാങ്ങിയാണ് നിങ്ങൾ ഇവിടുന്ന് പടിയിറങ്ങുന്നത്. അപ്പോൾ നാസർ കാരാടൻ പറഞ്ഞു അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഇനി അടുത്ത ഘട്ടം എന്തൊക്കെയാണെന്ന് തീരുമാനിച്ചിട്ടില്ല, ഇങ്ങനെയൊക്കെ അങ്ങോട്ട് ഉണ്ടാവും. പക്ഷെ താങ്കൾ അങ്ങനെയല്ല, താങ്കൾ KPCC ജനറൽ സെക്രട്ടറിയാണ്. തിരുവനന്തപുരത്ത് താങ്കളെ കാത്തൊരു വലിയ പദവി ഇരിപ്പുണ്ടെന്നാണ് പല ആളുകളും ഇങ്ങനെ പറഞ്ഞു. അപ്പൊ എൻ്റെ അടുത്ത് ഇപ്പോൾ ഇങ്ങോട്ട് വരുമ്പോഴും എൻ്റെ അടുത്തൊരു കോൺഗ്രസ് പ്രവർത്തകൻ പറഞ്ഞത്, ബാബുവേട്ടനെ കാത്തൊരു പദവി തിരുവനന്തപുരത്ത് ഇരിപ്പുണ്ട്, ജബ്ബാർക്ക് അതൊന്ന് ചോദിക്കണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ചോദിക്കാം, പദവി എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കി വെച്ചിട്ടുണ്ട്. ഏതായാലും താങ്കൾ അർഹനാണ് അങ്ങനെ ഒരു പദവി കിട്ടിയാൽ. കാരണം കോൺഗ്രസിന് വേണ്ടി ഒരുപാട് പ്രയത്നിച്ച ഒരാളാണ്. ഈ കോൺഗ്രസിലെ എല്ലാവരെയും പടലപിണക്കമൊക്കെ മാറ്റി ഒരുമിപ്പിച്ച് കൈകോർത്ത് നിന്നാലേ രക്ഷയുള്ളൂ എന്ന് പ്രവർത്തകരെ ബോധ്യപ്പെടുത്തി കൊടുത്ത ആളാണ് താങ്കൾ. അപ്പോൾ താങ്കളെ കാത്ത് ഇനിയിപ്പോൾ ഇത് കഴിഞ്ഞാൽ നേരെ തിരുവനന്തപുരത്തേക്ക് പോവുകയാണോ, ആ പദവി ഏറ്റുവാങ്ങിയാവോ ഈ പെരിന്തൽമണ്ണയ്ക്ക് തിരിച്ചു വരിക? കഴിഞ്ഞ 45 വർഷത്തെ എൻ്റെ രാഷ്ട്രീയ പ്രവർത്തനം പെരിന്തൽമണ്ണ ഹൈസ്കൂളിൽ നിന്ന് KSUവിൻ്റെ പ്രവർത്തനമായിട്ടാണ് ഞാൻ രാഷ്ട്രീയ പ്രവർത്തനം ആരംഭിക്കുന്നത്. അത് കഴിഞ്ഞ് PTM ഗവൺമെൻറ് കോളേജിലും, അത് കഴിഞ്ഞ് KSUവിൻ്റെ താലൂക്ക് ഭാരവാഹിയായി തുടങ്ങി ഇപ്പോൾ KPCയുടെ ജനറൽ സെക്രട്ടറി വരെ എന്നെ പാർട്ടിയെ വലിയ ഉത്തരവാദിത്വം ഏൽപ്പിച്ചപ്പോൾ ഞാൻ ഒന്നും ആഗ്രഹിക്കാതെ, മറ്റൊന്നും ആഗ്രഹിക്കാതെ ഒരു സാധാരണ പ്രവർത്തകനായിട്ടാണ് ഇതുവരെ എൻ്റെ രാഷ്ട്രീയ പ്രവർത്തനം ഉണ്ടായത്. നിങ്ങൾക്കറിയാം, തുറന്ന പുസ്തകമായി രാഷ്ട്രീയ രംഗത്തും പൊതുപ്രവർത്തന രംഗത്തും എനിക്ക് നിൽക്കാൻ സാധിച്ചു എന്നത് തന്നെ വലിയൊരു ഭാഗ്യമായി ഞാൻ കാണുകയാണ്. ഇതുവരെ യാതൊരുവിധ ആരോപണങ്ങളും പെടാതെ, നമുക്കറിയാം രാഷ്ട്രീയ രംഗത്തും പൊതുപ്രവർത്തന രംഗത്തും നിൽക്കുമ്പോൾ ഒരുപാട് ആരോപണങ്ങളും പ്രത്യാരോപണമൊക്കെ ഉണ്ടാവാറുണ്ട്. ഞാൻ അതിൽ നിന്നൊക്കെ മാറി നിന്ന്, നമുക്കറിയാം നേരത്തെ നിങ്ങൾ സൂചിപ്പിച്ചതുപോലെ തന്നെ നഗരസഭ, ഞങ്ങൾക്കറിയാം നമുക്കൊരു അഭിമാന വിഷയമായിരുന്ന പെരിന്തൽമണ്ണ നഗരസഭ പിടിച്ചെടുക്കാൻ നമുക്ക് സാധിച്ചു. നമ്മുടെ എളിയ പ്രവർത്തനം നമുക്ക് സാധിച്ചിട്ടുണ്ട്. നജീബ് സാഹിബിന് ഞാൻ ആദ്യ തുടക്കം മുതലേ ഞാൻ പറഞ്ഞിരുന്നു 15,000-ലധികം ഭൂരിപക്ഷം ഉണ്ടാകും എന്ന്. ഞാൻ ഈ തെരഞ്ഞെടുപ്പ് തുടങ്ങുമ്പോൾ ഞങ്ങളുടെ പ്രവർത്തനം വിലയിരുത്തിക്കൊണ്ട് എനിക്കത് പറയാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു ആധികാരികമായി. ഞാൻ ഇവിടെ ആകെ ഒരാളെ പറഞ്ഞിട്ടുണ്ടാവുള്ളൂ, 15,000 ഒക്കെ പറഞ്ഞപ്പോ വെറുതെ ഒരു തമാശക്കല്ല, ഒന്ന് പറഞ്ഞു വെച്ചതാണ്. 30,000-ന്റെ മുകളിൽ പോകുമെന്ന് പറഞ്ഞത് ആരാണ്, ഏത് മാധ്യമ പ്രവർത്തകരാണ്? അത് തീർച്ചയായും താങ്കൾ അത് പറഞ്ഞു എന്നുള്ളത് 100% ശരിയാണ്. പക്ഷേ ഇന്നത്തെ രാഷ്ട്രീയ കാലാവസ്ഥയായെങ്കിലും നമ്മുടെ നജീബ് സാഹിബിന്റെ പ്രവർത്തനവും UDFന്റെ ഒറ്റക്കെട്ടയുടെ പ്രവർത്തനവും ഒക്കെ നമുക്ക് ആ വലിയ ഭൂരിപക്ഷത്തിലെത്തിക്കാൻ സാധിച്ചിട്ടുണ്ട്. അതിന് നമുക്ക് ഈ നഗരസഭ പിടിച്ചെടുക്കാൻ ഏറ്റവും കൂടുതൽ ഉപകാരപ്രദമായത് പെരിന്തൽമണ്ണ സർവീസ് സഹകരണത്തിന്റെ പ്രവർത്തനമാണ് എന്നാണ് ഞങ്ങളുടെയൊക്കെ ഒരു വിശ്വാസം. കാരണം ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ട്, അത് നമ്മുടെ പച്ചേരി ഫാറൂഖ് പ്രസിഡന്റായി വന്നതിന് ശേഷം കഴിഞ്ഞ ഭരണസമിതി ചെയ്ത പോലെയുള്ളൊരു പ്രവർത്തനം വലിയ ഒരു മുന്നേറ്റം ഉണ്ടാക്കാൻ നമുക്ക് പെരിന്തൽമണ്ണ നഗരസഭയിൽ സാധിച്ചിട്ടുണ്ട്. മുഴുവൻ വാർഡിലെയും ആളുകൾക്ക് ചെയ്യാൻ പറ്റുന്ന സഹായങ്ങൾ എത്തിക്കാൻ പെരിന്തൽമണ്ണ സർവീസ് സഹകരണ ബാങ്കിന് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ വെച്ചുകൊണ്ടുള്ള ഒരു പ്രവർത്തനമാണ് കഴിഞ്ഞ കാലങ്ങളിൽ ബാങ്ക് നടത്തിയത്. പിന്നെ പാർട്ടി എന്ത് ഉത്തരവാദിത്തം ഇനി ഏൽപ്പിച്ചാലും അത് ഏറ്റെടുക്കാൻ ഒരു അച്ചടക്കമുള്ള പാർട്ടി പ്രതിനിധികൾക്ക് ഞാൻ തയ്യാറാണ്. അത് എന്താണെന്ന് എനിക്കറിയില്ല. പാർട്ടി നമ്മുടെ KPCC ആണെങ്കിലും AICC ആണെങ്കിലും ഹൈക്കമാൻഡ് ആണെങ്കിലും ഒക്കെ എന്ത് തീരുമാനമെടുക്കുന്നു എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. ഇത് കോൺഗ്രസ് പാർട്ടിയാണ്. ഇതൊരു വ്യക്തിക്ക് തീരുമാനമെടുക്കാനോ അല്ലെങ്കിൽ എനിക്ക് ആഗ്രഹിക്കുന്ന പോലെ നടപ്പാക്കാനോ അല്ലെങ്കിൽ നടപ്പിലാക്കാനോ കഴിയുന്ന ഒരു പ്രസ്ഥാനമല്ല ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. ഒരുപാട് കടമ്പകൾ, ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് എക്സസൈസ് ചെയ്തുകൊണ്ട് മാത്രമേ ഈ പാർട്ടിയിൽ ആർക്കെങ്കിലും ഏതെങ്കിലും സ്ഥാനത്തോ അല്ലെങ്കിൽ എന്തെങ്കിലും ആവാനോ കഴിയുള്ളൂ. അത് കാത്തിരിക്കുന്ന ഒരാളായിട്ട് എന്നെ കാണരുത്. അത് പാർട്ടി എന്ത് തീരുമാനമെടുത്താലും, പാർട്ടി എന്താണ് തീരുമാനം എനിക്കറിയില്ല. അത് തീരുമാനം എടുക്കുകയാണെങ്കിൽ അത് ഞാൻ സ്വീകരിക്കും. അതല്ല, ഇനിയും ഈ പ്രവർത്തനവുമായി മുന്നോട്ട് പോകാണെങ്കിൽ പരമാവധി മുഴുവൻ സമയവും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് വേണ്ടി, UDFന് വേണ്ടി പ്രവർത്തിക്കാൻ ഞാൻ ഇതിന്റെ മുന്നിൽ തന്നെ ഉണ്ടാകും. ഏതായാലും KPCC ജനറൽ സെക്രട്ടറി എന്ന നിലയ്ക്ക് അദ്ദേഹത്തിന് പാർട്ടി ഒരു തിരുവനന്തപുരത്ത് ഒരു സമ്മാനം വെച്ചിട്ടുണ്ട്. സമ്മാനം എന്ന് വെച്ചാൽ ഒരു പദവിയാണ്. ആ പദവി അദ്ദേഹത്തിന് കിട്ടുമെന്ന് തന്നെയാണ് പെരിന്തൽമണ്ണക്കാരായ കോൺഗ്രസ് പ്രവർത്തകർ, ഒരുപക്ഷെ UDF പ്രവർത്തകർ വരെ പ്രതീക്ഷിക്കുന്നത്, ആഗ്രഹിക്കുന്നത്. കാരണം പ്രവർത്തനം വർഷങ്ങളോളം പ്രവർത്തിച്ച് UDFന് വേണ്ടി മുന്നിൽ നിന്ന് പ്രവർത്തകരെ ഒരുമിപ്പിച്ചു കൊണ്ടുപോയ ആ മികവിന് അർഹമായ ഒരു സ്ഥാനം അദ്ദേഹത്തെ തേടി വരുമെന്ന് എല്ലാവരും പ്രതീക്ഷിക്കുന്നു. അങ്ങനെ ലഭിക്കട്ടെ എന്നാണ് ഞാനും ആശംസിക്കുന്നത്. ഒരുപക്ഷെ ഈ തൊട്ടടുത്തിരിക്കുന്ന നാസർ കാരാടൻ, നിങ്ങളുടെ സഹപ്രവർത്തനായി ഒരുമിച്ച് വിരമിക്കുന്ന നാസർ കാരാടനും ആഗ്രഹിക്കുന്നുണ്ട്. ഏതായാലും
ആശംസകൾ. ഇനിയും ഒരുപക്ഷെ വെറും നേതാവ് മാത്രമല്ല, അതിനപ്പുറത്ത് പദവികളിലേക്ക് കൂടി എത്താൻ കഴിയട്ടെ. എല്ലാ ആശംസകളും നേരുന്നു. ജബ്ബാർ വേണാട്, വൺ ന്യൂസ്, പെരിന്തൽമണ്ണ. അച്ഛൻ ഭയങ്കര ആലോചനയിലാണല്ലോ. നിന്റെ അമ്മയെ ഞാൻ കല്യാണം കഴിച്ചതിന് ശേഷം ആദ്യമായിട്ട് വാങ്ങിക്കൊടുത്ത സമ്മാനമാണിത്. കാലെത്ര കഴിഞ്ഞാലും ആ ഓർമ്മകളുടെ തിളക്കത്തിന് ഒരു മാറ്റവും വരില്ല. ഇതെങ്ങനെയുണ്ട് അച്ഛാ? നീ ഇത് എവിടുന്നാ വാങ്ങിച്ചത് മോനെ? അച്ഛൻ അമ്മയ്ക്ക് ആദ്യമായി സമ്മാനം വാങ്ങി അവിടെ നിന്ന്. രഞ്ജിഷ് ഹി സഹി. സെലിബ്രേഷൻ ഓഫ് 39 ഗോൾഡൻ ഇയേഴ്സ്. ആഭരണങ്ങൾ ആഘോഷമാകട്ടെ. MA സൺസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ചെർപ്പളശ്ശേരി.